സബീഷ് കുരുത്തിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 45. പർദ്ദ. മുഖം മറയ്ക്കാനായിരുന്നില്ല മൗനത്തിനൊരു മുഖം നൽകിയത്, നഖംപേറിയ വേദനകളിൽ ചിരികളെ നിറച്ചത്. കുർബാന. തിരുമുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നോവുകളാദ്യം ഏറ്റുപറഞ്ഞത് അകം നിറഞ്ഞ ഇരുളിനെ പുറന്തള്ളാനായിരുന്നു. പ്രാർത്ഥന. ഹർഷാരവമായിരുന്നു മനസ്സു നിറയെ. കയ്യെത്താ അകലത്തൊരു കൈത്താങ്ങായി മാറിയത് സ്നേഹത്തിൻ്റെ കരതലങ്ങളായിരുന്നു. ആരവം. മനം നിറയെ ഹർഷം തീർത്ത മൗനമായിരുന്നു ഒരിക്കൽ തീർത്ത ദാഹങ്ങളെ തിരിച്ചിറക്കി കനലുകളാക്കി മാറ്റിയത്. തടയണ. ഒഴുകിപ്പരക്കേണ്ടിയിരുന്ന മൗനദാഹങ്ങളിൽ ഉടൽ വെന്തിരിഞ്ഞ് വെയിൽ പക്ഷി മഴപ്പെണ്ണിനെ കാത്തിരുന്നത് എപ്പോഴായിരുന്നു. ഡാം. തുറന്നുവിട്ടപ്പോൾ അറിഞ്ഞില്ല കനലെരിഞ്ഞ ബോധമാണ് പുറത്തേക്ക് വരുന്നതെന്ന്. പക്ഷേ വെന്തുവെണ്ണീറായി മോഹങ്ങളെ ചിതയിലിരിച്ചത് പിന്നെയായിരുന്നു. സുരക്ഷ. മുമ്പിലൊരു വലിയ വാതിലായിരുന്നു. തള്ളിത്തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് വികാരങ്ങൾ അണപൊട്ടി തടയണ പോലും തകർന്നു പോയത്. ഭയം. മനം തുരന്നു പോയതുകൊണ്ടാണ് ഭിത്തികളിൽ നിഴൽ കൂടുകൂട്ടിയത്. അവിടെയാണ് ദേഹം ഉടലിൽ ലയിച്ച് ആത്മാവിനെ സൃഷ്ടിച്ചത്. മച്ച്. ഹൃദയത്തെ വലുതായി പകുത്തെടുത്താണ് വിൽപ്പനയ്ക്ക് വച്ചത്. ഒടുവിൽ ബാക്കി വന്നത് ശൂന്യതയായിരുന്നു. കോവിൽ. മുറികളേറെ പ്രതിഷ്ഠിച്ചത് ഹൃദയത്തിനുള്ളിലായിരുന്നു. വേദനകളേറെ സൃഷ്ടിക്കപ്പെട്ടത് മനസ്സിലും. തറവാട്. താളത്തിലൊന്ന് ചമച്ച് പാട്ടിൻ്റെ വൃത്തം ശീലകളെ വിട്ട് മന്ദതയിലെത്തിയത്. ക്ഷേത്രം. സൃഷ്ടിക്കപ്പെട്ടത് നന്മയെ പ്രതിഷ്ഠിക്കാനായിരുന്നു. കാലപ്പഴക്കങ്ങളാണ് ഇടവേളകളെ ബലഹീനതകളാക്കി മാറ്റി നിർത്തിയത്. ദേവാലയം. കുന്നിനുമേൽ പ്രതിഷ്ഠിച്ചത് കുരിശായിരുന്നില്ല. തിരുസ്വരൂപങ്ങൾ ഹൃദയത്തിലേറ്റിയപ്പോൾ ഉണർത്തെണീറ്റത് മനസ്സായിരുന്നു. തുലാഭാരം. 2 തട്ടുകളായിരുന്നു മുന്നിൽ. നുള്ളിയെടുത്തപ്പോഴാണ് വേദനകൾ ഹൃദയത്തിൽ മധുരതരമാക്കിയത്. വില. ധാർഷ്ട്യമെന്തിന്? തുലാസിൽ പണയം വയ്ക്കുമ്പോൾ തുല്യത കൊണ്ടൊരു പന്തയത്തിൽ തോറ്റുമടങ്ങിയപ്പോഴാണ് കരളുടഞ്ഞു പോയത്. ബാഷ്പം. ഒരു തുള്ളി കൊണ്ടളന്ന് കണ്ണീരിൻ്റെ ആഴത്തിൽ വേദന കൊണ്ടുലഞ്ഞപ്പോഴാണ് കാഴ്ചകൾ പോലും മൺമറഞ്ഞു പോയത്. സോപ്പ്. പതഞ്ഞലിയുമ്പോൾ ഓർത്തില്ല കരളടന്നുപോയ വേദന കണ്ണീരിൽ കുതിർന്ന് തീയായി ആളിപ്പടരുമെന്ന്. പ്രതിബിംബം. നിഴലളന്ന് കണ്ണിൽ ഇരുട്ട് കയറിയത്. അവിടെ സ്മൃതികൾ നോവുകളായി പിറന്നത്. ഏലസ്. നിറച്ചതായിരുന്നു ഹൃദയത്തിൽ. നിറവുകളോടെ ഭിത്തിക്കുള്ളിൽ നിറച്ചു വച്ചത്. തമ്പുരു. നേർത്തൊരു താളമായിരുന്നു ഹൃദയം നിറയെ. ഉറങ്ങി ഉണർന്നൊരു കമ്പനമായിരുന്നു മനസ്സു തകർത്തത്. തുലാസ്. 2 പിരിഞ്ഞ് പലതായി തിരിഞ്ഞ് പല ഭാഗങ്ങളിൽ മുഖം തിരിച്ച് വക്രമുഖങ്ങൾക്ക് പിറവി കൊടുക്കുന്നത്. തട്ട്. ദ്വിമുഖിയായിരുന്നാദ്യം. വർണ്ണങ്ങൾ തൊട്ടുഴിഞ്ഞപ്പോൾ ഭേദ്യങ്ങൾ കൂട്ടിക്കിഴിച്ച് ജയിലറകളിൽ. പിന്നെ സർവസ്വതന്ത്രമായി തീർന്നത്. ഭീകരം. ലളിതമായിട്ടാണ് ആദ്യം ഉണർന്നത്. പിന്നെ തകർച്ചകളിൽ താഴ്ന്നുലഞ്ഞ് പതിവ്രതയായത്. കൊലുസ്. ചന്തത്തിലേറെയായി പരിലസിച്ചപ്പോഴാണ് കവിതയിൽ നിന്ന് കവി പിറന്നത്. പിന്നെ പരിണാമങ്ങളിൽ പരിശുദ്ധനായും പരിശുദ്ധയായും കാലങ്ങൾക്കപ്പുറത്തേക്ക് മറഞ്ഞു നടന്നത്. താക്കോൽ. തുരന്നെടുക്കാനായിരുന്നെങ്കിൽ കൂടെ കൂട്ടുമായിരുന്നില്ല. ഓടിത്തളർന്ന് വിശ്രമിച്ചപ്പോഴാണ് കവർന്നെടുത്ത് സ്വന്തമാക്കിയത്. പരസ്യം. തരളിതമാക്കി താത്തുല്യമാക്കിയത്. തനിയെ ഉലഞ്ഞുലഞ്ഞ് താളത്തിലൊന്ന് മെല്ലെ ചാഞ്ചാടിയത്. രഹസ്യം. താക്കോലോട്ട് തുറന്നപ്പോൾ ഹൃദയം താണിറങ്ങി തീവ്രതയിൽ തറഞ്ഞിറങ്ങിയത്. ചെമ്പരത്തി. ചെന്നിണമായി ചാലിച്ചെടുത്ത് അകത്തേക്കിറക്കിയപ്പോഴാണ് രുചിഭേദങ്ങളിൽ അരുചികൾ പിറന്നത്. പ്രായശ്ചിത്തം. വാക്കുകളേറെ കടുത്ത് കനമേറിയതാണ് കുരുത്തു തുടങ്ങിയ ബീജങ്ങളിൽ വിഷം വിതറി പുനർജന്മങ്ങളെപ്പോലും മലിനമാക്കിയത്. ബൈബിൾ. എഴുതപ്പെട്ടത് ഒരു ജനതയ്ക്കായിരുന്നില്ല. നന്മകളെ ആലിംഗനം ചെയ്യാനൊരു നിർമ്മിതി അക്ഷരങ്ങളായി പുനർജനിച്ചത്.